പോലീസിന് പരസ്യ വെല്ലുവിളി ഉയർത്തി തളിപ്പറമ്പിലെ അതിസുരക്ഷിതമായ ഒളിത്താവളത്തിൽ ഒളിച്ചിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കിയെ മണിക്കൂറുകൾ നീണ്ട അതീവ രഹസ്യ നീക്കത്തിനൊടുവിലാണ് കണ്ണൂർ സ്ക്വാഡ് വലയിലാക്കിയത്. 60 മണിക്കൂറോളം അന്വേഷണ സംഘത്തെ നെട്ടോട്ടമോടിച്ച ശേഷമാണ് വൻ രാഷ്ട്രീയ പ്രതിരോധങ്ങളെയും പ്രതിയുടെ തന്ത്രങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തി പോലീസ് സംഘം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. രാത്രി സമയങ്ങളിൽ വലിയ സന്നാഹങ്ങളോടെ പ്രവേശിക്കേണ്ട രാഷ്ട്രീയ ഗുണ്ടയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തായിരുന്നു അർജുൻ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ അനാവശ്യ ബഹളങ്ങളൊന്നുമില്ലാതെ അതീവ ജാഗ്രതയോടെ നീങ്ങിയ അന്വേഷണ സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. പോലീസിനെ വെട്ടിച്ച് കടന്നു കളയാൻ കൃത്യമായ പദ്ധതികളാണ് അർജുനും കൂട്ടാളികളും ആവിഷ്കരിച്ചിരുന്നത്. മൊബൈൽ ഫോണുകൾ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്തും ഒളിയിടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഫോണുകൾ ഫ്ലൈറ്റ് മോഡിലാക്കിയും യാത്ര ചെയ്താണ് ഇവർ പോലീസിനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചത്. അഴീക്കൽ കപ്പക്കടവിലുള്ള വീട്ടിലെത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മാസങ്ങളായി മകനെക്കുറിച്ച് വിവരമില്ല എന്നാണ് അമ്മ മറുപടി നൽകിയത്. എന്നാൽ ഒളിവിൽ കഴിയുമ്പോഴും വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാകാനും സുഹൃത്തുക്കളുടെ വാട്സപ്പ് അക്കൗണ്ടുകളിലും ഗ്രൂപ്പുകളിലും പോലീസിനെ സൂക്ഷിക്കണമെന്ന സന്ദേശങ്ങൾ അയക്കാനും അർജുൻ മടിച്ചിരുന്നില്ല. കൊച്ചിയിൽ നിന്നും 5-ാം തീയതി രാത്രിയോടെ കണ്ണൂരിലെത്തിയ അർജുൻ തോട്ടട, മട്ടന്നൂർ, ചാലോട് എന്നിവിടങ്ങളിൽ സുഹൃത്തുക്കൾക്കൊപ്പം സഞ്ചരിച്ചെങ്കിലും കാറിൽ നിന്നും പുറത്തിറങ്ങാനൊന്നും തയ്യാറായില്ല. പോലീസിന്റെ നീക്കങ്ങളിൽ സംശയം തോന്നിയതോടെ സുഹൃത്തുക്കളായ പ്രണവ്, കുട്ടൻ എന്നിവരുടെ സഹായത്തോടെ തളിപ്പറമ്പിലെ ഏറ്റവും സുരക്ഷിതമായ സങ്കേതത്തിലേക്ക് മാറുകയായിരുന്നു. പ്രതിയെ കണ്ടെത്താൻ ശ്രമിച്ച പോലീസിന് മുന്നിൽ സുഹൃത്തുക്കൾ പലതും മറച്ചുവെച്ചെങ്കിലും ഇവരുടെ യാത്രാ വഴികളും പ്രാദേശിക രഹസ്യ വിവരങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ തളിപ്പറമ്പിലെ ഒളിയിടത്തെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചു. താവളങ്ങൾ മാറുമ്പോൾ നേരിട്ട് പോകാതെ മറ്റ് ദിശകളിലേക്ക് സഞ്ചരിക്കുകയും വാഹനങ്ങൾ മാറി മാറി ഉപയോഗിക്കുകയും ചെയ്താണ് അർജുൻ പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ നോക്കിയത്. കസ്റ്റഡിയിലെടുത്ത കൂട്ടാളികളെ വിട്ടുകിട്ടാൻ രാഷ്ട്രീയ പാർട്ടിക്കാരും ബന്ധുക്കളും വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയത് അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിച്ചെങ്കിലും പോലീസ് പിന്മാറാൻ തയ്യാറായില്ല. അന്വേഷണം 2 ദിവസം പിന്നിട്ട ഘട്ടത്തിൽ തളിപ്പറമ്പ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച ഒരു രഹസ്യ ഫോൺ സന്ദേശം അതാണ് കേസിലെ നിർണായക വഴിത്തിരിവായത്. അർജുന് സമാനമായ രൂപമുള്ള ഒരാൾ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് ചുടല ഭാഗത്ത് വെച്ച് കാറിലേക്ക് മാറിയെന്ന വിവരം പോലീസിന് ലഭിച്ചു. തുടർന്ന് നടന്ന തന്ത്രപരമായ അന്വേഷണത്തിലാണ് കണ്ണൂർ താളിക്കാവിലെ ഒരു പ്രമുഖ അഭിഭാഷകയുടെ വീട്ടിൽ അർജുൻ ഉണ്ടെന്ന് ഉറപ്പിച്ചത്. അർദ്ധരാത്രി 2-ന് ശേഷം വീട്ടിലെത്തിയ പോലീസിനോട് അർജുൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് അഭിഭാഷകർ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും വീട് വളഞ്ഞ പോലീസ് സംഘം അകത്തു കടന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് ടൗൺ സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൻ രാഷ്ട്രീയ വോട്ട് ബാങ്കുകൾക്കും വൻകിട പിടുത്തങ്ങൾക്കും ഒക്കെ അപ്പുറം കൃത്യമായ ഫീൽഡ് ഇന്റലിജൻസും ഡിജിറ്റൽ തെളിവുകളും സംയോജിപ്പിച്ച് പോലീസ് നടത്തിയ മികച്ച നീക്കമാണ് ഒടുവിൽ അർജുൻ ആയങ്കിയെ ഇരുമ്പഴിക്കുള്ളിലാക്കിയത്. എന്തായാലും അർജുൻ ആയങ്കിയെ കാപ്പയടക്കമുള്ള വലിയ കുറ്റങ്ങൾ ചുമത്തി പൂട്ടാൻ തന്നെയാണ് കേരള പോലീസിന്റെ തീരുമാനം. ഏകദേശം 60 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ശ്രമത്തിന്റെ ഫലമായാണ് കേരള പോലീസ് അർജുൻ ആയങ്കി എന്ന കുപ്രസിദ്ധ ക്രിമിനലിനെ പിടിച്ചത്.